ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ആർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. ഏറ്റവും പോപ്പുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് 2 ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ പാനൽസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 600 വാട്ട്സിന് 2 പാനൽസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.2 കിലോവാട്ട് ആണ് നമുക്ക് സോളാർ പാനൽ കണക്ടിവിറ്റി കിട്ടുന്നത്. നമ്മൾ മുൻപ് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്, സാധാരണ ഒരു വീട്ടിൽ ലൈറ്റ് ഫാന് കംപ്ലീറ്റ് ലൈറ്റ് ലോഡുകൾ, അതായത് പവർ ലോഡുകൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതായത് മോട്ടർ അല്ലെങ്കിൽ രാത്രിയിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന AC നല്ല കൂടിയ പവറുള്ള ഇൻഡക്ഷൻ കുക്കറുകൾ, കെറ്റിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി മാക്സിമം വീട്ടിലൊരു 90% മറ്റെല്ലാ ലോഡുകളും നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതിൽ വാഷിംഗ് മെഷീൻ ഇൻക്ലൂഡ് ചെയ്യും, മിക്സി ഇൻക്ലൂഡ് ചെയ്യും, അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറിയ 3 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമുക്ക് 6 സോളാർ പാനൽസ് വരെ കണക്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. നോർമൽ യൂസിൽ ഈ ഒരു 2 പാനലിൻ്റെ ആവശ്യമുള്ളൂ. ഇനി പകൽ സമയത്തൊക്കെ ലൈവ് യൂസ്, ഇപ്പം AC ഒക്കെ പകൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 4 പാനലൊക്കെ വെച്ചാൽ നന്നായിരിക്കും. വളരെ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി അല്പം കൂടെ ഹെവി യൂസിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്. വീട്ടിലെ കംപ്ലീറ്റ് ലോഡുകളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കയറ്റിക്കെടുത്ത് ഉപയോഗിക്കുന്നതിനൊന്നും ഇത് അത്ര റെക്കമെൻഡബിൾ അല്ല. നമ്മൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5 kVA സിസ്റ്റം ഒക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്തരത്തിലുള്ള 3 kVA സിസ്റ്റംസ് നമ്മൾ ചെയ്തിട്ടുള്ളതിന് നിരവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. പല സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് പല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് അത്തരത്തിലുള്ള വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സിസ്റ്റങ്ങളെല്ലാം തന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റംസ് ആണ്. മുൻപ് കാലങ്ങളൊക്കെ നമ്മൾ 150 അല്ലെങ്കിൽ 200 AHന്റെ ലെഡ് ആസിഡ് ബാറ്ററികളായിരുന്നു സോളാർ പർപ്പസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഏകദേശം 1-1.5 വർഷമായിട്ടൊക്കെ നമ്മൾ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻ്റനൻസ് ഫ്രീ ആണ്, നമുക്ക് വളരെ ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് രീതിയിൽ ഉപയോഗിക്കാവുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കംപ്ലീറ്റ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 1200 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 2.5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ലിഥിയം ബാറ്ററി. 2.5 യൂണിറ്റ് സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് 500 വാട്ട്സ് ലോഡിൽ 5 മണിക്കൂർ, ഇതൊരു ഐഡിയൽ കണക്കാണ് പറയുന്നത്. 500 വാട്ട്സ് ലോഡ് കൊടുത്താൽ 5 മണിക്കൂറൊന്നും ഇതിൽ ബാക്കപ്പ് റിയലായിട്ട് കിട്ടില്ല, എങ്കിലും ഏകദേശം ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അത് ലോഡ് കൂടുന്നതനുസരിച്ച് ബാക്കപ്പ് കുറയുകയും ലോഡ് കുറയുന്നതിനനുസരിച്ച് ബാക്കപ്പ് കൂടുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലാണ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ലിഥിയം ബാറ്ററി പാക്കുകൾ നമ്മൾ പൊതുവെ പറയുന്നത്. അല്ല, അതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് വാട്ട് അവറിലാണ് അല്ലെങ്കിൽ കിലോ വാട്ട് അവറിലാണ്. എത്ര യൂണിറ്റ് കറണ്ട് അതിൽ സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 5 യൂണിറ്റ് സ്റ്റോർ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ബാറ്ററിയിൽ നിന്ന് 5 യൂണിറ്റ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. അതിൻ്റെതായിട്ടുള്ള മിനിമം കട്ട് ഓഫ് വാല്യൂസ്, സേഫസ്റ്റ് ഡിസ്ചാർജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 2.5 യൂണിറ്റ് സ്റ്റോറേജുള്ള ബാറ്ററിയാണ്. കൃത്യമായിട്ട് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് പറഞ്ഞാൽ 100 AH ആണ് ബാറ്ററി പാക്ക് വരുന്നത്. 8 സെല്ലുകളുള്ള ബാറ്ററിയാണ്. നമുക്ക് 25.6 വോൾട്ടാണ് ബാറ്ററിയുടെ ടെർമിനൽ നോമിനൽ വോൾട്ടേജ് വരുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 kVA കപ്പാസിറ്റിയിൽ 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സോളാർ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആശാ പവർ ബ്രാൻഡിങ്ങിൽ വരുന്ന ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ഇൻവെർട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3600 വാട്ട്സ് വരെയൊക്കെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. 2000 വാട്ട്സിന് മുകളിലൊക്കെ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രീമിയം ഇൻസ്റ്റലേഷനാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിച്ചേക്കുക. സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ, സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ഒക്കെ സെർച്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ലൈവായിട്ടൊരു ഓപ്പൺ ഷോറൂം കോട്ടയം ജില്ലയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ന്യൂ ഇയർ പ്രമാണിച്ച് പുതിയ ഷോറൂമിൻ്റെ ഓപ്പണിംഗ്, അതുപോലെ തന്നെ ഇൻട്രോഡക്ടറി ഓഫേഴ്സും ഓൺ ഗ്രിഡിനും ഓഫ് ഗ്രിഡിനും ഒക്കെ ഓഫേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഓപ്പണിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ കൃത്യമായിട്ട് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഓൾറെഡി ഓൺ ഗ്രിഡ് ചെയ്ത കൺസ്യൂമേഴ്സിന് ഉചിതമാണ്. കാരണം വീട്ടിലൊരു സിംഗിൾ ബാറ്ററി ഇൻവെർട്ടറൊക്കെ ഉള്ളെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്ത് ഇത്തരത്തിലുള്ള സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാക്കപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ കറണ്ട് പോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. അപ്പോൾ 1 kVA മുതൽ ഏകദേശം 15 kVA വരെയുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളുടെ ഇൻസ്റ്റലേഷൻ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങൾ നിരവധിയായിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഒക്കെ നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്കും ഇൻസ്റ്റലേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ളത് ഒരു ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ് ഗ്രൂപ്പാണ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടീമാണ്. B ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസോടുകൂടി വർക്കുകൾ ചെയ്യുന്ന ടീമാണ്. അപ്പോൾ ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത്തരത്തിലാണ് നമ്മൾ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഷീറ്റിന് മുകളിലുള്ള ഒരു ഇൻസ്റ്റലേഷനാണ്. നമുക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. വീണ്ടും ഭാവിയിലേക്ക് പാനലുകൾ 2 ആഡ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ FRP വാക്ക്വേസ് ഉപയോഗിച്ചിട്ടാണ് നടപ്പാത സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് ക്ലീനിങ് ഒക്കെ പോസിബിൾ ആവുന്നതാണ്. 600 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ പാനൽസ് 2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല വെയിലുള്ള ഒരു ദിവസം നമുക്ക് ഏകദേശം 3 മുതൽ 5 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്.
പിന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിൽ നമുക്ക് ബാറ്ററി ഫുള്ളായ ശേഷം വീട്ടിൽ ഉപയോഗം പോലെയാണ് നമ്മുടെ ടോട്ടൽ പ്രൊട്ടക്ഷൻ ഇരിക്കുന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ സെയിം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 4 പാനലുകൾ അതുപോലെ തന്നെ 6 പാനലുകളൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പകൽ സമയത്തൊക്കെ 2 AC കളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഓഫ് ഗ്രിഡ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് സെയിം സിസ്റ്റത്തിൽ തന്നെ 4 6 പാനലുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വർക്ക് ചെയ്തോളും. 3600 വാട്ട്സ് വരെയൊക്കെ നമുക്ക് ഈ സിസ്റ്റത്തിൽ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് താഴെ ഇൻവെർട്ടർ സൈഡിലേക്ക് പോയ ശേഷം കാണാം. ഇത്തരത്തിലാണ് ഇൻഡോർ സെറ്റപ്പ് വരുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ആശാ പവറിൻ്റെ ഒരു പ്രീമിയം 3 kV 24 വോൾട്ട് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ വരുന്നുണ്ട്. ഒരെണ്ണം UTL ബ്രാൻഡിങ്ങിൽ വരുന്ന 25.6 വോൾട്ട് 100Ah ബാറ്ററി പാക്കാണ്. ഇതിൽ നമുക്ക് 2.5 യൂണിറ്റാണ് എനർജി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡോറിൽ ഉപയോഗിക്കാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 അടി ഹൈറ്റിൽ നമുക്ക് ഈസി ആയിട്ട് പ്ലേസ് ചെയ്യാവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് റീഡിങ്ങുകളൊക്കെ നോക്കാനും ഒക്കെ വളരെ എളുപ്പമുണ്ട്. ഓപ്പൺ ഏരിയ ആണ്, നമുക്ക് അതുകൊണ്ട് തന്നെ ഫ്രഷ് എയർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സർവീസിൻ്റെ സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കബോർഡിൻ്റെ അടിയിലൊക്കെ ചെയ്യുമ്പോൾ സർവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതുപോലെ തന്നെ ഫ്രഷ് എയറിൻ്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ സിസ്റ്റത്തിന് കംപ്ലൈൻറ്റ് കൂടാനും അതുപോലെ തന്നെ ആംബിയൻ ടെമ്പറേച്ചർ കൂടിയിട്ട് അത്തരത്തിലുള്ള എററുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഭാവിയിലേക്ക് 2 പാലോടെ ആഡ് ചെയ്യാൻ തക്ക രീതിയിൽ ഒരു 32 ആംബിയറിൻ്റെ DC MCB പ്രീമിയം DV ബോക്സ് വിത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺ ഓഫ് സ്വിച്ച് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇവിടെ ഇൻവെർട്ടർ പോയിന്റ് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അതിന് നമ്മൾ മുകളിലത്തെ അപ്സ്റ്റെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ വീട്ടിൽ ഓൾമോസ്റ്റ് 80% ലോഡുകൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മിക്സി അതുപോലെ തന്നെ ഫ്രിഡ്ജ്, സാധാരണ രീതിയിലുള്ള ചെറിയ വാഷിംഗ് മെഷീന്, കംപ്ലീറ്റ് ലൈറ്റുകൾ, ഫാനുകൾ, പ്ലഗ് പോയിന്റുകളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ AC മോട്ടോർ തുടങ്ങിയ ഹെവി ലോഡുകൾ മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് 8 സെല്ലുകൾ വരുന്ന ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്കാണ്. 2.5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഈ ഇൻവെർട്ടറിൽ നമുക്ക് 2400 വാട്ട്സ് വരെ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. കൂടാതെ ഇതിൽ 3600 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ഡീറ്റെയിൽസ് കൂടുതൽ അറിയേണ്ടവർക്ക് പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്താൽ മതിയാവും. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ആശാ പവറിൻ്റെ റോവർ എന്ന് പറയുന്ന മോഡലുകൾ. വളരെ കുറഞ്ഞ മോഡലുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 2.5 kV, 3 kV, 5 kV മോഡൽസ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിസ്പ്ലേ നമുക്കൊരു 4 ലൈൻ ഡിസ്പ്ലേ ആണ്. അത് LCD ഡിസ്പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേസും വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിലവിൽ സോളാർ ചാർജിങ് ഓൺ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ലോഡ് വർക്ക് ചെയ്യുന്നത് സോളാറിലാണ് അല്ലെങ്കിൽ ബാക്കപ്പിലാണെന്നുള്ളതാണ്. ഇപ്പോൾ നല്ല ഗ്രിഡ് പവർ അവൈലബിൾ ആണ്. ഇനി ഗ്രിഡിലാണ്, KCBയിലാണ് നമ്മുടെ ഉപകരണങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റെഡ് LED സോളിഡ് ആയിട്ട് തെളിഞ്ഞ് നിൽക്കുന്നതാണ്. ബാറ്ററി ലോ ഇൻഡിക്കേഷൻസ് വരും. അതുപോലെ തന്നെ ഗ്രിഡ് ചാർജിങ് ഓൺ ആണെങ്കിൽ അത് തെളിയുന്നതായിരിക്കും. ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അലാമ, ഇൻഡിക്കേഷൻ ഒക്കെ വരും. അപ്പോൾ നമുക്ക് എൻ്റർ ബട്ടൺ ഉണ്ട്, ഓഫ് ഓൺ ബട്ടണുകളുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇൻവെർട്ടർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. 80 ആംപിയറിൻ്റെ MPPT ഇൻബിൽറ്റ് വരുന്ന മോഡലാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് 600 വാട്ട്സിൻ്റെ 6 പാനലുകൾ വരെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് 110 വോൾട്ടാണ് VOC സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 2 പാനലുകൾ വരെ സീരീസ് ചെയ്തതിൻ്റെ 3 സ്ട്രിങ് പാരൽ ചെയ്ത് കണക്ട് ചെയ്യാവുന്നതാണ്. ബാറ്ററികൾ നമുക്ക് ഈ സിസ്റ്റത്തോട് പാരൽ ചെയ്യാവുന്നതാണ്. അത് സ്മാർട്ട് BMS അല്ല എങ്കിൽ നമുക്ക് ഒരേ ബാറ്ററി പേഴ്സൻറ്റേജ് ആക്കിയ ശേഷം കാലിബ്രേറ്റ് ചെയ്ത് പാരൽ ചെയ്യാവുന്നതാണ്. ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിംഗ്സുകളിലേക്ക്, ഡീറ്റെയിൽ സെറ്റിംഗ്സുകളിലേക്ക് കയറാവുന്നതാണ്. അത് നമുക്ക് ഓരോ ബാറ്ററിയുടെ പ്രൊഫൈൽ അനുസരിച്ച് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻവെർട്ടർ ഓഫ് ആക്കിയ ശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വിക്ക് സെറ്റിങ്ങിലോട്ട് അത്യാവശ്യം വേണ്ട സെറ്റിംഗ്സ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഗ്രിഡിൽ നിന്നും സോളാറിലേക്ക് എപ്പോൾ മാറണം, സോളാറിൽ നിന്ന് ഗ്രിഡിലേക്ക് എപ്പോൾ തിരിച്ചു വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, എത്ര വോൾട്ടിൽ അത് ചേഞ്ച് ആവണം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ സോളാർ പ്രിഫറൻസ് ആണോ അതുപോലെ ഗ്രിഡ് പ്രിഫറൻസ് ആണോ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടത്, ഗ്രിഡ് ചാർജിങ് ഓൺ ആക്കണോ ഓഫ് ആക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ക്വിക്ക് സെറ്റിംഗ്, ഡീറ്റെയിൽ ആയിട്ടുള്ള ബാറ്ററി പ്രൊഫൈൽ സെറ്റിംഗ്, ചാർജിങ് ആംപിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കയറാനായിട്ട് നമുക്ക് ഓഫ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ ചെയ്യുന്ന വീഡിയോസ് നമ്മുടെ പല വീഡിയോകളിലൂടെ ആയിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യുക. ഡിസ്പ്ലേ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രിഡിൽ നിന്നുള്ള ചാർജിങ് ആംപിയർ, സോളാർ വോൾട്ടേജ്, സോളാർ PVയിൽ നിന്ന് വരുന്ന ആംപിയർ, സോളാറിൽ നിന്ന് വാട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ വെച്ച് 2 ദിവസമായി നമുക്ക് ഇതുവരെ കിട്ടിയ യൂണിറ്റ്, ഇന്ന് കിട്ടിയ യൂണിറ്റ് 3 യൂണിറ്റാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രീക്വൻസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ലോഡ് വർക്ക് ചെയ്യുന്ന മെയിൻസിലാണോ അല്ലേ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓഫ് ആക്കിയതുകൊണ്ട് ലോഡ് മെയിൻസിലോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗ്രിഡ് പവർ ഓൺ എന്നുള്ളത് LED സോളിഡ് ആണ്. അതിനർത്ഥം ഇപ്പോൾ നമ്മുടെ ലോഡുകൾ വർക്ക് ചെയ്യുന്നത് KCBയിലാണെന്നുള്ളതാണ്. ഇനി ഈ ഗ്രീൻ LED സോളിഡ്, അതായത് പെർമനൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുകയും റെഡ് ബ്ലിങ്ക് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ലോഡുകൾ വർക്ക് ചെയ്യുന്നത് ഒന്നെങ്കിൽ ബാക്കപ്പിലാണ് അല്ലെങ്കിൽ സോളാറിലാണ് എന്നുള്ളതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ നമ്മൾ 2 പാനൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ 3 മുതൽ 5 യൂണിറ്റ് വരെ വൈദ്യുതി പ്രൊഡക്ഷൻ ഈ സിസ്റ്റത്തിൽ നിന്ന് സാധ്യമാകുന്നതാണ്.
ബാറ്ററിയുടെ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി പെർസെൻറ്റേജ്, ചാർജിങ് ആംബിയർ, വോൾട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ബാറ്ററി ടെമ്പറേച്ചർ അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ബാറ്ററി ഉപയോഗിക്കാൻ വരുന്നൊരു പ്രശ്നം, ഇതിൻ്റെ ടെർമിനൽസ് രണ്ട് സൈഡിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇൻവെർട്ടർ ബാറ്ററി കണക്റ്റിംഗ് കേബിൾസ് ഇൻവെർട്ടറിൽ ഫിക്സഡ് ആയിരിക്കും. അത് നമുക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ജമ്പ് ചെയ്ത് കണക്ട് ചെയ്യേണ്ടി വരാറുണ്ട്. പിന്നെ മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഇൻവെർട്ടർ താഴെയോ അല്ലെങ്കിൽ ബാറ്ററി മുകളിലോ താഴെയായിട്ട് വെക്കാം. ഇവർ ഈ യൂട്ടിൽ ബ്രാൻഡ് ചെയ്യേണ്ട ഒരു അപ്ഡേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു സൈഡിലും ബാറ്ററി ടെർമിനൽസ് മറ്റൊരു സൈഡിലോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്ഷൻ കേബിൾസ് ബാക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ടെർമിനൽസ് രണ്ടും അടുത്തടുത്ത് വരത്ത രീതിയിൽ സെറ്റ് ചെയ്താലും കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻ ചെയ്ത ശേഷം പിന്നീട് കാണുമ്പോൾ ഒരു ഭംഗിക്കുറവ് ഒഴിവാക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയും ടെർമിനൽസും മാറ്റി അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ പലപ്പോഴായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.